ഹലോ, ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഒരു ബിലേറ്റഡ് ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ന്യൂ ഇയർ റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ്. ഇതിൻ്റെ ഫസ്റ്റ് തന്നെ ഞാൻ 2025 ഒരു റീക്യാപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ 2025 കഴിയണ ഒരു സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു വർഷം ഭയങ്കര ഞാൻ വിചാരിച്ച പോലെ ഒന്നും എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ആ ഒരു റീക്യാപ്പ് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത് ആക്ച്വലി ഒരുപാട് ഗ്രോത്ത് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് 2024 കമ്പയർ ചെയ്യുമ്പോൾ 2025 ഒരുപാട് ഗ്രോത്ത് എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന പല ഗോൾസും എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം കോണ്ടൻറ് ക്രിയേഷനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ എനിക്ക് 2024 റീച്ച് 2025 ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആൻഡ് ചില കാര്യങ്ങൾ ഒബ്വിയസ്ലി നടന്നിട്ടില്ല. പിന്നെ അതങ്ങനെയാണല്ലോ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ 100% നടന്നോളണമെന്നില്ല. ബട്ട് ഐ എം സ്റ്റിൽ ഗ്രേറ്റ്ഫുൾ വാട്ട് ഐ ഗോട്ട് ആൻഡ് വാട്ട് ഐ അച്ചീവ്ഡ് ഇൻ 2025. അപ്പോൾ ഇത് ന്യൂ ഇയറിൻ്റെ 2 ദിവസം മുന്നേ ഞാനും ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കോഴിക്കോടായതുകൊണ്ട് മാനാഞ്ചിറ ഇങ്ങനെ ഒരു ലൈറ്റ് ഷോ ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് കാണാൻ വേണ്ടി പോയതായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബീച്ചിൽ പോകണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങോട്ട് പോകാൻ ഭയങ്കര തിരക്കും ബ്ലോക്കൊക്കെ ആയതുകൊണ്ട് നമ്മൾ മാനാഞ്ചിറ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഫെയറി ലൈറ്റ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെ റൂമിൽ സെറ്റാക്കിയാലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കണ്ടപ്പോൾ. പക്ഷെ അത് ഇച്ചിരി ഓവറായി പോവും. പക്ഷെ എന്നാലും ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. സോ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ന്യൂ ഇയറിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്നിട്ടൊരു അത്യാവശ്യം വലിയൊരു ന്യൂ ഇയർ സെലിബ്രേഷൻ വെക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഞാൻ അങ്ങനെ ഫുൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ചെറിയ ചെറിയ വീഡിയോസൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫയർ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. (2026) ഫസ്റ്റ് മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ എണീച്ചിട്ട് ആ ഒരു ഫസ്റ്റ് സൺറൈസൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ 2025 ജേണൽ, പ്ലാനർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇനി അതൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു മെമ്മറി ബോക്സിലേക്ക് അതിനൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ യൂട്യൂബിലെ പ്ലാനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബുക്കാണ്. ഞാൻ 2024 മുതലാണ് ഇങ്ങനെ യൂട്യൂബിന് വേണ്ടിയിട്ടൊരു പ്ലാനറൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയത്. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, സാധാരണ ഒരു നോട്ട്ബുക്കിലാണ് എനിക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ടായിരുന്നത്. അപ്പോൾ ഇതെൻ്റെ ബുള്ളറ്റ് ജേണലായിരുന്നു കേട്ടോ. ഇതുണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വിഷൻ ബോർഡ് അന്ന് ഈ ഒരു ബുള്ളറ്റ് ജേണലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് മറിച്ച് നോക്കിയപ്പോഴാണ് പല കാര്യങ്ങളും എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഞാൻ കുറേ കൊല്ലങ്ങളായിട്ട് കാത്തിരുന്ന ഒരു ഐഫോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചെറിയൊരു സ്റ്റുഡിയോ സെറ്റപ്പ്, ഈ ഒരു മൈക്ക്, അതുപോലെ ട്രൈപോഡൊക്കെ വെച്ചിട്ട്, പിന്നെ റൂം മേക്ക് ഓവർ ചെയ്യണം, ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം, അതുപോലെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യണം, ഒരു ഗേൾസ് ട്രിപ്പ് പോകണം, അതുപോലെ മൂവീസ് കാണാൻ വേണ്ടിയിട്ട് പോകണം, പിന്നെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡായി. ജിമ്മിൽ പോകാനും വർക്കൗട്ട് ചെയ്യാനൊന്നും അങ്ങനെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഞാൻ വീട്ടിൽ നിന്ന് തന്നെ അത്യാവശ്യം വർക്കൗട്ട് ചെയ്ത് ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് ഇതിൽ കാണുന്നത് പോലെ മെലിഞ്ഞിട്ടൊന്നും ഇല്ലെങ്കിലും ഞാൻ 2024 അവസാനം എങ്ങനെയാണോ ഉള്ളത് അതുപോലെ അല്ലായിരുന്നു 2025. കാരണം നന്നായിട്ട് തന്നെ എനിക്ക് ബോഡി വെയിറ്റ് ഒക്കെ കുറയ്ക്കാനും മെലിയാനും ഫുഡൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു.
പിന്നെ ഒരു നൈറ്റ് ഔട്ടിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിചാരിച്ച കാര്യങ്ങളിൽ ഒരു പകുതിയെങ്കിലും നടന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പല റീൽസും കാര്യങ്ങളൊക്കെ കാണല്ലേ, എല്ലാം സക്സസ് ആയിട്ട് അച്ചീവ് ചെയ്യുന്ന ആൾക്കാർ. എനിക്ക് തോന്നുന്നത് അത്ര റിയലിസ്റ്റിക് ആണോ എന്നുള്ളത് എനിക്കറിയില്ല. എന്നാൽ പോലും എനിക്ക് ഒരു പകുതിയോളം കാര്യങ്ങളെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രോപ്പറായിട്ടുള്ള ഒരു ജേർണലിംഗ് അല്ലെങ്കിൽ സ്ക്രാപ്പ് ബുക്കിംഗ് ചെയ്തു തുടങ്ങിയത് കഴിഞ്ഞ വർഷം മുതലായിരുന്നു. ആദ്യമായിട്ട് ജേർണലിംഗ് ചെയ്തത് 2020 കൊറോണൻ്റെയൊക്കെ ടൈമിൽ. അതിൻ്റെ മുന്നേ വരെ ഞാൻ ഡയറി ഡെയിലി ഇതിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ജേർണലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് ഡയറിനെക്കാട്ടും എത്രയോ ബെറ്ററായി തോന്നിയത് ജേർണലിംഗ് തന്നെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഈ വർഷത്തെ ജേർണൽ എന്ന് പറയുന്നത്. ജേർണൽ കം പ്ലാനർ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ തന്നെ DIY ഒക്കെ ചെയ്തതിൻ്റെ കവർ പേജ് സെറ്റാക്കിയതാണ്. കാരണം എനിക്ക് ആ ഒരു വിൻറ്റേജ് വൈബാണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഞാൻ പ്ലാനർ ഇതിൽ ചെറുതായിട്ടേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. മെയിനായിട്ട് ജേർണലിംഗ് തന്നെയാണ്. കാരണം ഞാൻ ഓൾറെഡി മറ്റേ വീഡിയോയിൽ പറഞ്ഞല്ലോ, പ്ലാനർ ഇത്ര എന്താ പറയുക, പ്രയോറിറ്റൈസ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അല്ലാതെ എല്ലാം ഒന്നും ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല. കുറച്ചുകൂടെ സിമ്പിളാക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.